ഞാനെങ്കിൽ നിന്റെ വീട്ടിൽ വന്നിട്ട് അച്ഛനോട് നമ്മുടെ കാര്യം പറഞ്ഞാൽ അച്ഛൻ മറ്റേ ഗവൺമെന്റ് ജോലിക്കാരനായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചു. നീ ഇനി വന്നു കഴിഞ്ഞാൽ എന്നെ കൊല്ലും. ഞാൻ ഇറങ്ങി വരട്ടെ. എനിക്ക് നല്ലൊരു ജോലി പോലും ഇല്ലല്ലോ. കല്യാണത്തിന്റെ തലേന്ന് ഇറങ്ങി വന്നാലോ? അത് നമുക്ക് കല്യാണത്തിന്റെ സ്വർണ്ണം എടുക്കാലോ. തലേന്നോ? 5-6 ലക്ഷം രൂപയുടെ സ്വർണ്ണം എന്തായാലും കിട്ടും. അതുപോലെ നമുക്ക് ജീവിക്കാം. അത് മതി. എടി ഇറങ്ങി വാ, ഞാൻ വെളിയിലുണ്ട്. സ്വർണ്ണമൊക്കെ എടുത്തോണം കേട്ടോ. എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവിടെ മുഴുവൻ ആൾക്കാരാണ്. നീ എന്നെ തേക്കുവാണോ? നിന്നെ അല്ലാതെ ആരെങ്കിലും ആ സ്ഥാനത്ത് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഒരു കാര്യം ചെയ്യാം, നാളെ എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് പുള്ളിയോടെല്ലാം തുറന്നു പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വരാം. അല്ല, ഞാനിപ്പോൾ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇവര് നമ്മളെ പൊക്കോന്നേ. നാളെ പറഞ്ഞേ, ഞാൻ അയാളുടെ വീടിന്റെ അവിടെ കാണുന്നതാണ് കേട്ടോ. വരണേടാ, എന്നെ ചതിക്കില്ല കേട്ടോ. ഐ മിസ് യു. ഒന്നുമില്ല അമ്മാവാ. ഞാനിവിടെ എത്തി. നീ പറഞ്ഞു പുള്ളിയോട്. അതെ, ഞാനിന്ന് വരണോ? എന്ത് പറ്റി? എന്റെ ഫസ്റ്റ് നൈറ്റ് അല്ലേ ഇന്ന്. എന്റെ ചിത്തുവേട്ടന്റെ സ്ഥാനത്ത് എനിക്കിനി വേറെ ആരെയും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ചിത്തുവേട്ടനോ? എന്റെ ഹസ്ബൻഡ്. മഞ്ജു, ഇനി എന്നെ വിളിക്കില്ല കേട്ടോ. ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റാ. വാ ചിത്തുവേട്ടാ, കടക്കാം.